ഇതിനകത്ത് ഒന്നിനും MRP ഇല്ല എക്സെപ്റ്റ് ഫോർ ദ തിങ്സ് ദാറ്റ് യു ബൈ. Yeah, മറ്റേ yeah. പ്രൊസീജിയേഴ്സിന് ഒന്നിനും MRP ഇല്ല. ആ. ഓക്കെ. അപ്പോൾ അതിനകത്ത് ഓരോ ആഹ്, ഓരോ ഹോസ്പിറ്റലിന് ഓരോ ഇതായിരിക്കും കാഴ്ചപ്പാടായിരിക്കും ഉം, ഉണ്ടാകുക. ഉം, ഉം. മിക്കവാറും ഹോസ്പിറ്റൽസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഹൗ മച്ച് ടൈം ഇറ്റ് ഇസ് ഗോയിങ് ടു ടേക്ക്. നമ്മളെ ഓ. തിയേറ്റർ ടൈം എത്രയായിരിക്കും ഉണ്ടാകുന്നത്. ആ, ആ, ആ. തിയേറ്റർ ടൈം അനുസരിച്ചിട്ട് അവർ റേറ്റ് ഫിക്സ് ചെയ്യും. എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജസ് ഉണ്ട്, ക്വാളിറ്റി ഓഫ് തിയേറ്റർ, ക്വാളിറ്റി ഓഫ് ആ, സ്റ്റാഫ്, ആ, ആ. സ്റ്റാഫിന്റെ സാലറി, ബിൽഡിങ്ങിന്റെ ലൊക്കേഷൻ. പ്രീമിയർ ലൊക്കേഷനിലാണെന്ന് വെച്ചാൽ കൂടുതൽ അവർക്ക് റെന്റൽ കൊടുക്കേണ്ടി വരും. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ റെപ്യൂട്ടേഷൻ. അങ്ങനെ കുറെ ഇത് വെച്ചിട്ടാണ് അവർ ഹോസ്പിറ്റലിന്റെ ചാർജ് വരുന്നത്. പിന്നെ ഡോക്ടേഴ്സിന്റെ റേറ്റ്. ഇപ്പൊ ഡോക്ടർ പറയും ഇതാണ്, അപ്പോൾ കുറെ എക്സ്പീരിയൻസ് ആകുമ്പോൾ അവർ റേറ്റ് ചിലപ്പോൾ കൂടുതൽ പറയുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഇല്ല. ബട്ട് ഇറ്റ് ക്യാൻ ഗോ എനിവേ ഫ്രം നമ്മൾ ഈ ചെറിയ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി അപ്പ് ഫ്രം 20,000 rupees ടു അപ്പർ ലിമിറ്റ് ഇല്ല. അപ്പർ ലിമിറ്റ് എന്തോ അപ്പർ ലിമിറ്റ് ഉള്ളത്? അത് എന്തും ആവാലോ, ഓക്കെ, ഓക്കെ. എന്തും ആവാം. അത് ഓരോ ആൾക്കാർ ഓരോ ഡിഫിക്കൽട്ടി, ഓരോ ഇതൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാം. എസ്പെഷ്യലി ഭയങ്കര ഇറിറ്റേറ്റിംഗ് പേഷ്യൻ്റ് ആണെന്ന് വെച്ചാൽ നമ്മളെ റേറ്റ് എപ്പോഴും കൂടുതൽ പറയും. കാര്യം വെച്ചാൽ എങ്ങാനും അങ്ങനെ വെച്ചാൽ പോയി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട്.